ലോകപ്രശസ്ത സാഹിത്യകാരനായ ഗാബ്രിയേൽ ഗാർസിയ മാർക്വേസ് രചിച്ച ബോൺ വോയേജ് മിസ്റ്റർ പ്രസിഡന്റ് എന്ന കഥയുടെ മലയാള പരിഭാഷ. കഥയുടെ സ്വതന്ത്ര പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ വേലായുധൻ. ആഖ്യാന നിർവഹണം കെ വാസന്തി, കെ വി രാമചന്ദ്രൻ. പശ്ചാത്തല സംഗീതം ഋത്വിക് എസ് ചന്ദ്. സാക്ഷാത്കാരം കെ വി രാമചന്ദ്രൻ. ശുഭയാത്ര മിസ്റ്റർ പ്രസിഡന്റ്. തീർച്ചയായും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ തന്നെയാണ് ഹൊമിറോ. എന്നാൽ മനുഷ്യന് മാത്രമായി അവൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കുറെ കൂടി വലിയ ചുമതലകളുണ്ടവന്, പ്രസിഡന്റ് പറഞ്ഞു. പക്ഷേ നക്ഷത്രങ്ങളിൽ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലിസാറ ആദ്യമായി ആ സംഭാഷണത്തിൽ പങ്കുചേർന്നു. താങ്കളുടെ ജന്മദിനം ഏതാണ് പ്രഭു? അവൾ ചോദിച്ചു. മാർച്ച് 11. തീർച്ചയായും എനിക്കത് തോന്നിയിരുന്നു. ലിസാറ ചെറിയൊരു വിജയസ്വരം പുറപ്പെടുവിച്ചു. ഒരേ രാശിയിലെ 2 മകരമത്സ്യങ്ങൾ. മീനരാശി. എന്തിനും പോന്നത്, എത്രയും പൂർണ്ണമായത്. ലിസാറ തൻ്റെ കണ്ടുപിടുത്തത്തിൽ സാമാന്യം ഉന്മാദിനിയായി, ഉല്ലാസവതിയായി പ്രസിഡന്റിനോട് ചേർന്ന് നിന്നു. പിന്നീടവൾ മേശ വൃത്തിയാക്കുകയും വിരികൾ ചുളിവുകൾ നിവർത്തി നേരെയാക്കുകയും ശേഷം കോഫി തയ്യാറാക്കാനായി ഉള്ളിലേക്ക് പോവുകയും ചെയ്തു. എല്ലാം ശുഭകരമായി തന്നെയാണ് മുൻപോട്ട് പോകുന്നതെന്ന് അവർ രണ്ടുപേരും ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ കോഫിയുമായി തിരിച്ചു വരുമ്പോൾ പ്രസിഡന്റിൽ നിന്ന് അവൾ കേട്ട ഒരു വാക്യം അവളെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിക്കാൻ പോന്നതായിരുന്നു. സുഹൃത്തെ, ഞാൻ പ്രസിഡന്റായിരിക്കുക എന്നത് ദരിദ്രമായ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തികച്ചും വിനാശകരമായ ഒരു അനുഭവം തന്നെയാകുമായിരുന്നു, അയാൾ പറഞ്ഞു. ആ സമയം കടം വാങ്ങിയ ചൈനീസ് കപ്പുകളും ചായപാത്രവുമായി വാതിൽക്കൽ നിൽക്കുന്ന ലിസാറയെ ഹൊമിറോ കണ്ടു. ഇനിയൊരിക്കലും താൻ പഴയ പദവികളിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പരോക്ഷമായി സൂചിപ്പിക്കുന്ന പ്രസിഡന്റിൻ്റെ വാക്കുകൾ തീർച്ചയായും അവളെ ഞെട്ടിക്കാൻ പോന്നതാണെന്ന് അയാൾക്കറിയാമായിരുന്നു. അവൾ അവിടെ തന്നെ കുഴഞ്ഞു വീണേക്കുമെന്ന് അയാൾ ഭയപ്പെട്ടു. പ്രസിഡന്റും അത് ശ്രദ്ധിച്ചു. എങ്കിലും അദ്ദേഹം തുടർന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നു തന്നെയാണ് ഹോമിറോ സംസാരിക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ എൻ്റെ വിഡ്ഢിത്തത്തിന് വലിയ വില നൽകേണ്ടി വരുമായിരുന്നു ഞാൻ. തൽക്കാലം സ്വസ്ഥിതിയിലേക്ക് മടങ്ങി വന്ന ലിസാറ ഇരുവർക്കും കോഫി ഒഴിച്ചു കൊടുക്കുകയും ടേബിൾ ലാമ്പിൻ്റെ ശക്തി കുറച്ച് അതിനെ അരണ്ട വെളിച്ചത്തിലാക്കുകയും ചെയ്തു. മുറി അവരുടെ സ്വകാര്യതയ്ക്കിണങ്ങും വിധം ഊഷ്മളമായ ഒരു നിശബ്ദതയിലേക്ക് അമർന്നു. പ്രസിഡന്റിൻ്റെ വാക്കുകളിലെ തമാശകൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ അഗാധമായ വ്യസനങ്ങളിൽ എന്തിനേയോ സ്പർശിച്ചു വരുന്നതാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ലിസാറ ഇപ്പോൾ ആദ്യമായി അയാളുടെ വാക്കുകളെ പ്രത്യേകമായ ഒരു താല്പര്യത്തോടെ ശ്രദ്ധിച്ചു തുടങ്ങി. അദ്ദേഹം കോഫി മുഴുവൻ കുടിച്ചു തീർത്ത് കപ്പ് സോസറിൽ കമഴ്ത്തി വെച്ചു. ലിസാറ അദ്ദേഹത്തിനായി തൻ്റെ ടവൽ നൽകി ചെവിയോർത്തു നിന്നു. ബഹിഷ്കൃത കാലത്ത് ഞാൻ മാർട്ടിനി ദ്വീപ് തന്നെ തിരഞ്ഞെടുത്തത് കവി എയ്മേ സെസേറിനോടുള്ള അടുപ്പം കൊണ്ടായിരുന്നു. അദ്ദേഹം ബുക്ക് ഓഫ് റിട്ടേൺ ടു മൈ നേറ്റീവ് ലാൻഡ് എന്ന തൻ്റെ കൃതി അപ്പോൾ പ്രസിദ്ധീകരിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. ആ കൃതിയാണ് പുതിയൊരു ജീവിതം തുടങ്ങാൻ എന്നെ സഹായിച്ചത്. മാർട്ടീനിയയിലേക്കുള്ള ഭാര്യയോടൊപ്പമുള്ള കുടിയേറ്റത്തോടെ ഫ്രഞ്ച് കോട്ടയ്ക്കടുത്ത് തടികൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഒരു സൗധം സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു ഞങ്ങൾക്ക്.
മനോഹരമായ ജനൽ കർട്ടനുകളും കടൽക്കാഴ്ച കിട്ടുന്ന ടെറസും പൂക്കൾ നിറഞ്ഞ മനോഹരമായ ചുറ്റുപാടുകളുള്ള ഒരു വീട്. ചീവീടുകളുടെയും വവ്വാലുകളുടെയും നാദം ശ്രവിച്ചുകൊണ്ടുള്ള ഉറക്കം. സമീപത്തുള്ള പഞ്ചസാര മില്ലുകളിൽ നിന്നുള്ള മുളസ്കുകളുടെയും റം മിശ്രിതങ്ങളുടെയും മദഗന്ധം. അവിടെ 14 വർഷം ഞാൻ ഭാര്യയുമൊത്തു താമസിച്ചു. ഞങ്ങളുടെ ഒരേയൊരു പുത്രൻ്റെ ജനനത്തോടെ മുടങ്ങിപ്പോയിരുന്ന ലാറ്റിൻ ക്ലാസിക്കുകളുടെ വായന പുനരാരംഭിക്കാനും ഇക്കാലത്ത് കഴിഞ്ഞു. ജീവിതത്തിലെ ശാന്തമായ സായന്തനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണെന്ന ഒരു തോന്നൽ മെല്ലെ മെല്ലെ ഉള്ളിലേക്ക് കടന്നു വന്നു. തോൽവിയടഞ്ഞ പ്രസ്ഥാനക്കാരോടുള്ള നിരന്തര സമ്പർക്കം കൊണ്ട് അതിനു മുമ്പുള്ള കാലത്തൊന്നും അനുഭവിക്കാൻ കഴിയാതിരുന്ന ഒരു ധ്യാനകാലത്തിൻ്റെ തുടക്കമായി അത്. പിന്നീടൊരിക്കലും പഴയ കത്തുകൾ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. വളരെ അർജൻറ്റായി തോന്നുന്ന കാര്യങ്ങൾ പോലും ഒരാഴ്ച കഴിയുമ്പോഴേക്കും ലെസ് അർജൻറ്റും, ഒരു മാസം കഴിയുമ്പോഴേക്കും നമ്മൾ മറക്കാൻ തന്നെ ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യവുമായി തീരുമെന്നുള്ള ജീവിതത്തിൻ്റെ താക്കോൽ തന്നെയായ ഒരു തിരിച്ചറിവിലേക്കാണ് ഞാൻ എത്തിച്ചേർന്നത്. മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ ലിസാറ ഒരു സിഗരറ്റിനു തീ കൊളുത്തി. പ്രസിഡന്റിന്റെ നോട്ടം ഒരു നിമിഷം അവളിലേക്ക് തിരിഞ്ഞു. പിന്നെ അനിയന്ത്രിതമായ ഒരു സമ്മർദ്ദത്താൽ അദ്ദേഹം എഴുന്നേറ്റ് അത് അവളിൽ നിന്ന് പിടിച്ചു വാങ്ങി. പിന്നെ നീണ്ട ഒരു ഉച്ഛ്വാസത്താൽ അത് മുഴുവൻ അദ്ദേഹം വലിച്ചു തീർത്തു. ലിസാറ തീപ്പെട്ടിയെടുത്ത് മറ്റൊന്നിന് തീ കൊളുത്താൻ ശ്രമിക്കുമ്പോഴേക്കും അദ്ദേഹം അത് തടഞ്ഞു. സിഗരറ്റിന്റെ ശേഷിക്കുന്ന അഗ്രം അദ്ദേഹം ലിസാറയ്ക്കു തന്നെ നൽകി. ലിസാറ, നീ എത്ര ആഗ്രഹത്തോടെ ഇത് വലിക്കുന്നുവോ അത്രയും എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും എനിക്ക്, അയാൾ പറഞ്ഞു. പിന്നെ ഒരു നീണ്ട ചുമയിലേക്ക് നിരങ്ങി നിരങ്ങി നീങ്ങേണ്ടി വന്നു അദ്ദേഹത്തിന്. വർഷങ്ങൾക്ക് മുൻപേ ഞാനിതുപേക്ഷിച്ചതാണ് ലിസാറ. എന്നാൽ ഇപ്പോഴും എന്നെ ഇതുപേക്ഷിച്ചിട്ടില്ല. ചിലപ്പോഴൊക്കെ ഇതെന്നിലേക്ക് മടങ്ങിയെത്തുന്നു, ഇപ്പോഴത്തേതുപോലെ. വീണ്ടും 2 തവണ കൂടി ചുമച്ചു അദ്ദേഹം. പിന്നെ വാച്ച് കയ്യിലെടുത്ത് സമയം നോക്കി. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് രാത്രിയിലെ 2 ടാബ്ലറ്റുകൾ എടുത്ത് കപ്പിൽ ശേഷിച്ച അവസാന തുള്ളികൾക്കൊപ്പം അദ്ദേഹം അതിനെ അലിയിച്ചിറക്കി. എൻ്റെ പഴയ ചില സുഹൃത്തുക്കൾ തന്നെ പ്രസിഡൻ്റായി പിന്നീട്, അദ്ദേഹം തുടർന്നു. സയാഗോ, ഹോമിറോ പറഞ്ഞു. സയാഗോയും മറ്റു ചിലരും. ജനങ്ങൾ ആത്മാർത്ഥമായ പിന്തുണയും ആദരവും തന്നിരുന്നു ഞങ്ങൾക്ക്. യഥാർത്ഥത്തിൽ അത്രയൊന്നും അർഹിക്കാതിരുന്നിട്ടും, പലപ്പോഴും ചുമതലകൾ പോലും നിർവഹിക്കാതിരുന്നിട്ട് കൂടിയും. ചിലർ അധികാരത്തിൻ്റെ ഉന്മാദങ്ങളിലേക്ക് തന്നെ കടന്നു. മറ്റു ചിലർക്കാകട്ടെ വെറുമൊരു അലങ്കാരം മാത്രമായിരുന്നു ആ പദവി. ലിസാറ ചെറുതായി ഇടപെടാൻ ശ്രമിച്ചു. പക്ഷേ അവരെല്ലാം താങ്കളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നറിയാമോ താങ്കൾക്ക്? തീർച്ചയായും താങ്കൾ തിരിച്ചു വരുമെന്ന് തന്നെയാണ് അവരിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഹോമിറോ അവളെ ചെറുതായി ഒന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർ കള്ളമാണ് പറയുന്നത്, പ്രസിഡന്റ് പറഞ്ഞു. ഒരേ സമയം അവർ കള്ളം പറയുന്നു, ചിലപ്പോൾ മാത്രം സത്യവും. അധികവും ഒന്നും പറയാതിരിക്കുകയും ചെയ്യുന്നു അവർ. കുറേ നേരത്തേക്ക് ആർക്കും ഭേദിക്കാനാവാത്ത ഒരു നിശബ്ദത സൃഷ്ടിക്കപ്പെട്ടു അവിടെ. ഒരു പ്രസിഡന്റ് ഏറ്റെടുക്കുന്നതോടെ ഏതുതരം അപഹാസ്യതയും ഒരേ സമയം സത്യവും ചിലപ്പോൾ മാത്രം വ്യാജവുമായി തിരിച്ചറിയപ്പെടാൻ തുടങ്ങുന്നു. അപൂർവമായി മാത്രമാണ് അധികാരത്തിനു മുന്നിൽ സത്യത്തിന് നിവർന്നു നിൽക്കാൻ കഴിയുന്നത്. മാർട്ടിനിയിലെ പ്രവാസകാലത്ത് ഞാൻ പാർട്ടി പത്രത്തിൽ അപൂർവമായേ എഴുതിയിരുന്നുള്ളൂ. ചില സെക്കൻഡറി സ്കൂളുകളിൽ ലാറ്റിനും സ്പാനിഷും പഠിപ്പിക്കുകയും എയ്മേ സെസേർ അയച്ചു തരുന്ന ചില തർജ്ജമകൾ നിർവഹിക്കുകയുമായിരുന്നു അധിക സമയവും. ആഗസ്റ്റിലെ ചൂട് കനക്കുമ്പോൾ ഞാൻ അധിക സമയവും അടുത്തുള്ള കുന്നിൻ മുകളിൽ പോയിരുന്നു. ചിലപ്പോൾ മുറിയിലെ ഫാനിൻ്റെ ഒച്ച കേട്ട് കിടന്ന് വായിച്ചു. വെളിയിടങ്ങളിൽ
ധാന്യങ്ങൾ വിതറി വരുത്തുന്ന പക്ഷികളോടൊപ്പമാണ് എൻ്റെ ഭാര്യ അരാൻ്റെ ചൂടുകാലം ചെലവഴിച്ചത്. കൃത്രിമ ഫലങ്ങളും ഓർഗണ്ടിയിലെ പൂവുകളും പതിപ്പിച്ച മനോഹരമായ ഒരു തൊപ്പിയുണ്ടായിരുന്നു അവൾക്ക്. ചൂടുകാലങ്ങളിൽ അവളതണിഞ്ഞു. ചൂട് കുറയുമ്പോൾ ഞങ്ങൾ ഇരുവരും ടെറസിൽ തന്നെ കഴിച്ചുകൂട്ടി. ഞാൻ മിക്കവാറും സൂര്യൻ അസ്തമിക്കുന്നതുവരെ. അവൾ തുളകളുള്ള ഒരു തൊപ്പിയും കൈനിറയെ മോതിരങ്ങളും അണിഞ്ഞ് കറങ്ങുന്ന ഒരു കസേരയിൽ രാത്രി വൈകുവോളവും. കടന്നുപോകുന്ന ഓരോ കപ്പലിനെയും നോക്കി അവൾ, അത് സാന്തോ പോർട്ടിലേക്ക് പോകുന്നു. മറ്റൊന്നിനെ നോക്കി, അത് സാന്തോ പോർട്ടിൽ നിന്ന് വരുന്നു. നിറയെ ഏത്തയ്ക്ക കയറ്റിയിരിക്കുന്നത് കൊണ്ട് അതിനധികം വേഗമെടുക്കാൻ കഴിയുന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. സാന്റോ പോർട്ടോവിലേത് മാത്രമല്ല, ഏത് രാജ്യത്തെയും കപ്പലുകൾ അതുവഴി വരാമെന്ന് ചിന്തിക്കാനൊന്നും കഴിയുമായിരുന്നില്ല അവൾക്ക്. പലപ്പോഴും അവൾ പറയുന്നതൊന്നും കേൾക്കാത്തതുപോലെ ഞാനിരുന്നു. എന്നാൽ പിന്നീട് എല്ലാം മറക്കാനുള്ള ശേഷി എന്നേക്കാൾ കൂടുതലായി കിട്ടിത്തുടങ്ങി അവൾക്ക്. കാരണം അപ്പോഴേക്കും ഓർമ്മകൾ തന്നെ നഷ്ടമായി തുടങ്ങി അവൾക്ക്. പലപ്പോഴും രാത്രി വൈകുവോളവും അവൾ ടെറസിൽ തന്നെ ഇരിക്കുകയും രാത്രി വൈകി മാത്രം മുറിയിൽ വന്ന് കൊതുകുവലയ്ക്കുള്ളിൽ അഭയം തേടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് ഒരാഗസ്റ്റിൽ പാർട്ടി പത്രത്തിൽ തന്നെ ഞാൻ ആ വാർത്ത വായിച്ചത്. പോർച്ചുഗലിലെ എസ്തോറിൻ ദ്വീപിൽ ഞാൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത. ഒളിമങ്ങുന്ന ഓർമ്മകളിലൂടെയാണെങ്കിലും അരാൻ്റെ ആ വാർത്ത കേട്ടു. ഞെട്ടി നീണ്ട ഒരു മോഹാലസ്യത്തിലേക്ക് ഊർന്നുപോയി അവൾ. പത്രത്തിൻ്റെ 5-ാം പേജിൽ വലത്തേ കോണിലെ 6 കോളം വാർത്തയായിരുന്നു അത്. എൻ്റെ തർജ്ജമകൾ വരാറുണ്ടായിരുന്ന അതേ പേജിലെ അതേ സ്ഥാനത്ത്. പത്രത്തിൻ്റെ ലോക്കൽ മാനേജർ ഇടയ്ക്കിടെ എന്നെ കാണാൻ വരാറുള്ള ഒരാളായിരുന്നു. എന്നിട്ട് കൂടി എസ്തോറിനിൽ വളരെ കാലം ഞാൻ അഭയാർത്ഥിയായിരുന്നു അത്രേ. ഒരിക്കൽ പോലും ഞാൻ പോയിട്ടില്ല അവിടെ. മാത്രമല്ല, കഴിയുമെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ പോകാൻ ആഗ്രഹിക്കാത്ത നാടുമാണത്. ആ വാർത്ത വന്ന് 1 വർഷത്തിനുള്ളിൽ അരാൻ്റെ മരിച്ചു. സ്ഥാനഭ്രഷ്ടനാകപ്പെട്ടതോടെ ഞങ്ങളിൽ നിന്നകറ്റപ്പെട്ട മകൻ്റെ ഓർമ്മകളിൽ നീറി അവ്യക്തമായിത്തീരുന്ന ഓർമ്മകൾക്കുള്ളിലും കെട്ടുപോകാതെ എരിയുന്ന ഏതെല്ലാമോ കനലുകളുടെ ചൂടേറ്റ് സ്വയം ഉരുകി പിന്നീട് ചുമതലയിൽ വന്ന പാർട്ടിക്കാരിലാരോ മകനെയും കൊന്നു. അതാണ് ഹോമിറോ, നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥ. ആർക്കും, ഒരു ശക്തിക്കും കഴിയില്ല നമ്മെ രക്ഷിക്കാൻ. ഭൂമുഖത്തെ മറ്റേത് പ്രദേശത്തു നിന്നും വ്യത്യസ്തമായി സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കണികകൾ പോലും ശേഷിക്കാതെ തട്ടിക്കൊണ്ടുപോകലും ബലാത്സംഗങ്ങളും അക്രമങ്ങളും വഞ്ചനകളും നിത്യസംഭവമായി. ശത്രുക്കളുമായി ചേർന്ന് കിരാത നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂഖണ്ഡം. പ്രസിഡന്റ് തന്നെ കീറിമുറിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് ലിസാറ തിരിച്ചറിഞ്ഞു. പഴയ ഒരു ആചാര്യൻ്റെ നിർദ്ദയത്വത്തോടെ അദ്ദേഹം തുടർന്നു. വംശങ്ങൾ തമ്മിലുള്ള മിശ്രണമെന്നാൽ അത് കണ്ണീരിൻ്റെയും ചോരയുടെയും മിശ്രണം കൂടിയാണ് ലിസാറ. ആർക്കെന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുക ഈ ഒരു അപജയത്തിൽ നിന്ന്? നീണ്ട
ഒരു നിശബ്ദത പരന്നു അവിടെ. ഇതോടെ മരിച്ചുപോയ ഒരാളെപ്പോലെയാണ് പ്രസിഡന്റ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന ഒരു തോന്നലിൽ എത്തിച്ചേർന്നു ലിസാറ. എങ്കിലും രാത്രിയിൽ ഒരു നീണ്ട ചുംബനം നൽകി അയാളെ യാത്ര അയക്കുന്നതുവരെ അയാളോട് ക്ഷമിക്കാൻ ലിസാറയ്ക്കു കഴിഞ്ഞു. തന്നോടൊപ്പം ഹോട്ടൽ വരെ അനുഗമിക്കുന്നതിൽ നിന്നും ഹോമിറോവിനെ വിലക്കാൻ പ്രസിഡന്റിനു കഴിഞ്ഞു. എന്നാൽ തനിക്കായി ഒരു ടാക്സി വിളിച്ചു നൽകുന്നതിൽ നിന്നും അയാളെ തടയാൻ കഴിഞ്ഞതുമില്ല.